ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ രാജരാജേശ്വര്यै നമഃ ദുർഗാപരമേശ്വര്यै നമഃ. ഭംഗം കൂടാതെ വിശ്വം സകലവും ഒരുപോൽ തീർത്തു രക്ഷിച്ചൊടുക്കും. സംഘം കൂടാതിരിക്കും സകലരുമകമേ നിന്ന പാങ്കം കൊതിക്കും. മുങ്ങിത്താഴാതെ ഞാനീ ഭവഭയ ജലധിക്കപ്പുറത്തെത്തുവാൻ നീ ഭംഗ്യാ വന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം, ദശമോധ്യായം. ത്രിവിധ കർമ്മങ്ങളെക്കുറിച്ച് ഭഗവാൻ വ്യാസൻ ജനമേജയന് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ. കർമ്മൈവഹി മഹാരാജ ദേഹാരംഭസ്യ കാരണം, അതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ജന്മമെടുക്കാൻ, ഈ ദേഹം ഉണ്ടാകാൻ തന്നെ കാരണം പൂർവജന്മങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത ആ കർമ്മത്തിന്റെ ഫലമാണ് എന്നവിടെ പറഞ്ഞു. കർമ്മക്ഷയേ ജന്മനാശ പ്രാണിനാം നാത്ര സംശയ. ബ്രഹ്മാ വിഷ്ണുസ്തഥാ രുദ്ര ഇന്ദ്രാദ്യാശ്ച സുരാസ്തഥാ. ദാനവ യക്ഷഗന്ധർവ സർവേ കർമ്മവശാ കില. അന്യഥാ ദേഹസംബന്ധ കഥം ഭവതി ഭൂപതേ. കർമ്മം ക്ഷയിക്കുമ്പോൾ പ്രാണികൾക്ക് ജന്മവും ഇല്ലാതാവും. സംശയിക്കേണ്ട. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഇന്ദ്രാദി ദേവന്മാരും ദാനവന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും എല്ലാം കർമ്മഫലത്തിന് വിധേയരാണ്. അങ്ങനെയല്ലാതെ ശരീരബന്ധം എങ്ങനെയുണ്ടാകും എന്നാ പറയുന്നത്. അപ്പോൾ ഈ ശരീരം എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആ കർമ്മത്തിന്റെ ഫലമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ കർമ്മത്തിന്റെ ഫലാഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ജന്മങ്ങൾ തന്നെ നമുക്ക് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരും ആ കർമ്മത്തിന് വിധേയരാണ്. പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമാണ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദിവ്യാധികളൊക്കെ നമുക്കുണ്ടാവാനുള്ള കാരണം പൂർവജന്മകൃതം പാപം. ആ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തിട്ടുള്ള പല പാപകർമ്മങ്ങളെ കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. അതിന് പ്രതിവിധിയൊന്നുമില്ല. ആ പ്രാരാബ്ധങ്ങളെ അനുഭവിച്ചു കൊണ്ട് തീർക്കുക. പിന്നെന്താ ഏക പ്രതിവിധി എന്ന് ചോദിച്ചാൽ, ഇതേമാതിരിയുള്ള ശാസ്ത്രപുരാണങ്ങൾ സത്സംഗങ്ങളിൽ പോയി കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത്. നോക്കൂ, തീയിൽ തൊട്ടുകഴിഞ്ഞാൽ കൈ ചുടും, കൈ പൊള്ളും. അത് പൊള്ളാതെ കണ്ടിരിക്കില്ല. അത് തീയുടെ സ്വഭാവമാണ്. നിങ്ങൾ നാരായണ നാരായണ എന്ന് ജപിച്ചിട്ട് തൊട്ടാലും ദേവി ദേവി എന്ന് പറഞ്ഞ് തൊട്ടാലും ശരി, ആ കൈ പൊള്ളാണ്ടിരിക്കുവോ? നാരായണന്റെ നാമം ജപിച്ചിട്ടില്ലേ തൊട്ടത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീയിൽ തൊട്ട് കഴിഞ്ഞാൽ കയ്യ് ചുടും. കുറച്ച് അധികം തൊട്ടാൽ കയ്യ് പൊള്ളും, ഇല്ലാതെ കണ്ടിരിക്കില്ല. കാരണം അത് ആ കർമ്മത്തിന്റെ ഫലമാണ്. ആ കർമ്മം ചെയ്താൽ അതിന്റെ ഫലം, അതായത് അഗ്നിയുടെ കർമ്മമാണ് ചൂട് എന്നുള്ളത്. ആ അഗ്നിയെ പോയി തൊട്ടാൽ ആ ചൂടിന്റെ ഫലം അത് നമുക്ക് പൊള്ളലായിക്കൊണ്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ പൊള്ളിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെറുതെ എൻ്റെ കൈ പൊള്ളിയിലോ എന്ന് പറഞ്ഞ് പലരെയും കുറ്റം പറഞ്ഞിട്ടോ, ആരാപ്പ ഈ വിളക്ക് കൊളുത്തിയത്, എന്തിനാപ്പ ഈ വിളക്ക് കൊളുത്തി ഇവിടെ വെച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടൊന്നും കയ്യിലെ പൊള്ളൽ തീരാൻ പോകുന്നില്ല. വിചാരിച്ചോളുക, ഞാൻ തൊട്ടു, അതുകൊണ്ട് ഇതാ എൻ്റെ കൈ പൊള്ളി. അതായത് ഞാൻ ചെയ്ത കർമ്മം
ആണ് അതിനെ പോയി തൊടുക എന്നുള്ളത്. വിളക്ക് വന്ന് എൻ്റെ കയ്യിൽ തൊട്ട് എന്നെ പൊള്ളിച്ചതല്ല, എന്നെ വേദനിപ്പിച്ചതല്ല, മറിച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന വിളക്കിനെ ഞാൻ പോയി തൊട്ടത് കൊണ്ടാണ് എൻ്റെ വിരല് പൊള്ളിയത് എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് മറ്റാരെയും നമ്മൾ പഴികാണില്ല, മറ്റൊന്നിലും നമ്മൾ ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങളെ കൊടുക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് എനിക്കിതാ അനുഭവിക്കേണ്ടി വന്നത്, ഞാൻ പോയി തൊട്ടു, അതുകൊണ്ടാണ് എനിക്ക് ചൂടേറ്റത്. ഇവിടെ ഈ വിളക്കുണ്ടായിരുന്നു, നൂറുകണക്കിന് ജനങ്ങൾ വന്നിട്ട് ഇതാ ഇതേനെ വരണു, തൊഴണു, പൂവണു, നടക്കണു, പ്രദക്ഷിണം വയ്ക്കണു, ഒക്കെ ചെയ്യണു. പക്ഷെ അവർക്കൊന്നും അനുഭവപ്പെട്ടില്ല. എനിക്ക് മാത്രമേ ഇതാ ഈ വിളക്കിൽ നിന്ന് പൊള്ളലേറ്റുള്ളൂ. കാരണം എന്താണ്? ഞാൻ മാത്രമാണ് അതിൽ പോയി തൊട്ടത്, മറ്റുള്ളവരാരും അതിൽ തൊട്ടില്ല. അപ്പം എൻ്റെ കർമ്മഫലമാണ് ഈ തീപ്പൊള്ളലിന് കാരണം എന്ന് മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് എന്താ ഒരു ഗുണമുണ്ടാവുക? പൊള്ളിയത് പൊള്ളും, ആ പൊള്ളിലുള്ള വേദനകളുണ്ടാവും, അനുഭവിക്കേണ്ടി വരും ആ വേദനകൾ. പക്ഷേ ശാരീരികമായിട്ടുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും അത് നമ്മുടെ മനസ്സിനെ തളർത്തില്ല, മാനസികമായിട്ടുള്ള വേദന നമുക്ക് ഉണ്ടാവുന്നില്ല. കാരണം അതെൻ്റെ കർമ്മത്തിൻ്റെ ദോഷമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേമാതിരി ഈ ജന്മത്തിൽ നമുക്ക് ഇത്രയും കഷ്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള പാപങ്ങളൊന്നും ചെയ്യാതെ തന്നെ ദുരിതവും കഷ്ടങ്ങളും അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതൊരു സമാധാനം തരും മനസ്സിന്. അതായത് ശരീരം കൊണ്ട് നമുക്ക് വേദനയും ശരീരം കൊണ്ട് നമുക്ക് കഷ്ടങ്ങളും ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എങ്കിലും മാനസികമായിട്ട് നമ്മൾ തളരില്ല, മനസ്സിന്റെ ശക്തി നമുക്ക് ക്ഷയിക്കില്ല. ഈ ഒരു സത്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ, നമ്മൾ സ്വീകരിച്ചാൽ, മനസ്സുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്, ഇതിന് മറ്റാരും അവകാശികൾ അല്ല. ഈ കാരണം ആ കർമ്മഫലം തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഇത് അനുഭവിക്കാനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാനസികമായിട്ട് നമ്മൾ തളരില്ല. ശാരീരികമായിട്ട് നമുക്ക് തളർച്ചയുണ്ടാവും, ശാരീരികമായിട്ട് നമുക്ക് ദുഃഖമുണ്ടാവും, ശാരീരികമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാവാതെ കണ്ടിരിക്കില്ലല്ലോ, അതതിൻ്റെ സ്വഭാവം കാണിക്കുമല്ലോ. ഇപ്പം കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അത് വേദനയുണ്ടാവും, നീറ്റലുണ്ടാവും, മനസ്സിലായില്ലേ? അതൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ അത് ശാരീരികമായിട്ടുള്ള വേദനകളിൽ ഒതുങ്ങുമല്ലാതെ മാനസികമായിട്ടുള്ള വേദനയിലേക്ക് അത് കൊണ്ടുപോവില്ല. ഈ തത്വം നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ എന്ന് പറയാണ്. ദേഹിക്ക് സുഖ ദുഃഖാനുഭവങ്ങൾക്കുള്ള ഹേതുവാണ് ഈ ശരീരം. അതുകൊണ്ട് അനേക ജന്മങ്ങളിലായി സഞ്ചയിച്ചു വന്നിരിക്കുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏതാനും ചിലത് കാലത്താൽ പരിഭാഗം വന്ന് നമ്മൾക്ക് ഇതാ അനുഭവപ്പെടുന്നു ഈ ജന്മത്തിൽ. അതാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. അത് പുണ്യം ചെയ്യുന്നത് പോലെ തന്നെ പ്രാരാബ്ധത്തിന് വിധേയരായി മനുഷ്യർ പാപവും ചെയ്യണു. അതുപോലെ തന്നെയാണ് ദേവന്മാരും. പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ശക്രന് ഇന്ദ്രപദം ലഭിച്ചത്, പാപത്തിന്റെ ഫലമായിട്ടാണ് ബ്രഹ്മഹത്യ ചെയ്യാൻ ഇടവന്നത്. ധർമ്മത്തിന്റെ പുത്രന്മാരായ നരനാരായണന്മാർ ഇരുവരും കർമ്മവശകരാണ് എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കാനുള്ള കാരണം അതല്ലേ ചോദിച്ചത്? ഇന്ദ്രന് മഹാതപസ്വിയൊക്കെ ആയിട്ടുള്ള ഇന്ദ്രനെ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? ഇന്ദ്രന് ഇന്ദ്രസിംഹാസനത്തിലിരിക്കണോ, ദേവന്മാരുടെ അധിപനായിരിക്കണോ, സുഖഭോഗങ്ങള് സ്വർഗത്തിലെ അനുഭവിക്കണോ ഒരു ഭാഗത്ത്, അതേസമയം തന്നെ ഇതാ ബ്രഹ്മഹത്യാദി ശാപങ്ങൾ നേടണോ, അതിൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കേണ്ടി വരണോ, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരണോ? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദേഹമെടുത്ത ഇന്ദ്രനും ഈ കർമ്മഫലത്തിന് അധീനനാണ് എന്നുള്ളത് കൊണ്ട് ആ പുണ്യ ഫലങ്ങൾക്കനുസരിച്ചിട്ട് സ്വർഗ സുഖ ഭോഗങ്ങൾ അനുഭവിക്കുന്നു. പാപത്തിന്റെ പ്രാരാബ്ധ ഫലങ്ങളായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ബ്രഹ്മഹത്യാദി ശാപങ്ങളും അസുരന്മാര്, രാക്ഷസന്മാര്, അവരിൽ നിന്നുമുള്ള ശത്രുത കാരണമുണ്ടാവുന്ന ദുഃഖങ്ങളും സ്ഥാനഭ്രഷ്ടവും എല്ലാം ഇന്ദ്രനും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും
വ്യാസന്റെ ഉപദേശങ്ങളെ നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. സമയം കഴിഞ്ഞിരിക്കുക കാരണം കൊണ്ടെന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്.